നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NANR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ നമ്മൾ സത്യത്തെക്കുറിച്ച് 1000ഓളം പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രഭാഷണമൊന്നുമല്ല. നമ്മൾ ഈ സത്യാന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ എന്താണ് സത്യമെന്ന് അറിയാനുള്ളൊരു ശ്രമത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ ഒരു ചിന്തയെന്നോ ഒക്കെ, ചിന്തയെന്നൊക്കെ ഉള്ള വാക്ക് പറഞ്ഞാൽ പോയി, വാക്കുകൾക്ക് അതീതമായിട്ടുള്ളൊരു സാധനത്തിനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പം പല അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പം ശരിക്കും പറഞ്ഞാൽ എവറിത്തിങ് കംസ് വിത്ത് എ മെസ്സേജ് എന്നാണ്. ലോകത്തെ നമുക്ക് ചുറ്റും വരുന്ന എല്ലാ സംഭവങ്ങളിലും നമുക്ക് ഈ സത്യം പഠിക്കാനുള്ളൊരു അവസരം തരികയാണ് പ്രകൃതി. പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. എവറിത്തിങ് കംസ് വിത്ത് എ മെസ്സേജ്. എനിക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം, ഒരു സിനിമയ്ക്ക് കഥ എഴുതണം. വർഷങ്ങളായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഹോട്ടലിൽ ചെന്ന് അല്ലെങ്കിൽ കടയിൽ ചെന്നൊരു സാധനം വാങ്ങിച്ച് ആ പൊതിഞ്ഞ് വന്ന പേപ്പറുണ്ടല്ലോ, ആ പേപ്പറൊന്ന് തുറന്നു നോക്കി, അതിൽ നിന്നും 10 സിനിമയ്ക്ക് എഴുതാനുള്ള കഥയുണ്ട്. ഇന്നിപ്പം പത്രമില്ലല്ലോ, TV ചാനലല്ലേ. ഏതെങ്കിലും ഒരു TV ചാനൽ ഇട്ടിട്ട് ഒരു പുസ്തകം അങ്ങോട്ട് എടുത്തിട്ട് ഒരു അരമണിക്കൂറത്തെ സംഭവ വികാസങ്ങളൊന്ന് എഴുതിക്ക്. അത് ഇന്ത്യ ആയിക്കോട്ടെ, നാഷണൽ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, ഒരു 10 സിനിമയ്ക്ക് കഥ എഴുതാനുള്ള സബ്ജക്റ്റ് അതിനകത്തുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. അപ്പം ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ്? എവറിത്തിങ് കംസ് വിത്ത് എ മെസ്സേജാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന സാധിക്കുക എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസിനകത്തുള്ള കാര്യങ്ങളാണ്. പുസ്തകം, അല്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ കാറ്, വീട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വെൽത്ത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന അതിനപ്പുറത്തേക്കുള്ള കാര്യമാണ്. അപ്പോൾ ആൾക്കാർ പറയും, അങ്ങനെയുണ്ടോ? ശരിക്കും അങ്ങനെ ഇല്ല. പല പല ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ദേവതയും സരസ്വതി ദൈവവും ദേവതകൾ എന്ന് പറയുന്ന പുരാണങ്ങളിൽ സമ്പത്തിനെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പറയുന്നത്. നമ്മൾ അറിവിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹിന്ദു ആംഗിളിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് സരസ്വതി ദേവിയാണ്. അതെന്തിനാണ് ഇവരങ്ങനെ വെച്ചേക്കെന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ്. നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ എവിടെ ചെന്ന് പഠിക്കും? ആരെ പഠിക്കണം? ഇനി സമ്പത്താണ് വേണ്ടതെങ്കിൽ ലക്ഷ്മിയെ പഠിക്കുക, ലക്ഷ്മിയുടെ കഥയെടുത്ത് വായിക്കുക. അതിൽ ഈ രഹസ്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ പറ്റുന്നത്, if your desire is so strong, the whole universe will conspire for you. പുസ്തകം വായിക്കുന്ന ആർക്കും, ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുള്ള ആർക്കും ഇതറിയാം, കേട്ടിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഡ്രീം ആൻഡ് തിങ്സ് വിൽ ഹാപ്പൻ. ഇനിയിപ്പോൾ ഇത് തുടരാൻ പാടായിരിക്കും, മഴയുള്ളതുകൊണ്ട് ശക്തമായ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരും. ഇപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് കണ്ടീഷൻ അറൈസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വാക്കാണ്. അറൈസിന് 2 E ഉണ്ട്. അത് ഈ അദ്വൈതം ദ്വൈതം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ യൂസ് ചെയ്യുന്ന വാക്കാണ്, കണ്ടീഷണൽ അറൈസ്. ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കാണുന്നത്. ഇത് നെറ്റിലടിച്ച് നോക്കിയപ്പം ഇവിടെ കയറിനെ പാമ്പായിട്ട് കാണുന്ന അല്ലെങ്കിൽ തോന്നൽ, മായ എന്നുള്ളതിന് പുതിയൊരു വാക്ക്. ഉള്ള വാക്ക് കൊണ്ട് തന്നെ മനുഷ്യനിവിടെ നിൽക്കാൻ വയ്യ. അപ്പോൾ ഒരു പുതിയ വാക്കുകൂടെ വന്നോട്ടെ. ഈ വാക്കിൽ എന്താ പുതിയതുള്ളത്? ഒരു പുതിയതുമില്ല. അപ്പം ഞാൻ ആ സാറിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ സംസാരിച്ചു. ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ, നമ്മുടെ ഈ സത്യത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്, കണ്ടീഷണൽ അറൈസ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കയറും പാമ്പുമൊക്കെ കേട്ട് മടുത്ത്, കുരുടൻ ആനയെ കണ്ടതും കേട്ട് മടുത്ത്, മരുഭൂമിയിൽ കാനന ജലം
അതും മടുത്തു. പിന്നെന്തുവാ, കസ്തൂരിമാൻ, പിന്നെ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നു, പിടിയാന, ഈയാമ്പാറ്റ, കേട്ട് കേട്ട് മടുത്തു. കാര്യം നമ്മളൊരു ഉദാഹരണം കേട്ടിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും കേട്ടാലും നമ്മളിൽ മാറ്റം ഉണ്ടാകത്തില്ല. അപ്പം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ്, പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെയും പറയാൻ ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ ചില ഉദാഹരണങ്ങൾ ചിലർക്ക് ക്ലിക്കാവും. അപ്പം ഈ സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സിമ്പിളായിട്ട് പറയണം. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ഒരു അഞ്ച് അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. കൂട്ടുകുടുംബമാണ്. ഇപ്പം എൻ്റെയൊക്കെ ഒരു ഫ്രണ്ട്, ഗുജറാത്തി ഫ്രണ്ടാണ്. പുള്ളിയുടെ വീട്ടിലൊരു 100 പേരുണ്ട്. ഒരുമിച്ചാണ് താമസിക്കുന്നത്. കൊല്ലത്താണ് സംഭവം, കേരളത്തിലാണ്, പല മാഗസിനിലുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ സെർവൻസ് ഉണ്ട്, ജോലിക്കാരുണ്ടെന്ന് വിചാരിക്കുക. പാചകത്തിന് ഒരു 5-6 പേരുണ്ടെന്ന് വിചാരിക്കുക. 5 പേരും ചായ ഉണ്ടാക്കും, 5 പേരും ഭക്ഷണം ഉണ്ടാക്കും, 5 പേരും ഇഡ്ഡലി ഉണ്ടാക്കും എന്ന് വിചാരിക്കുക. ഓരോ ദിവസവും മാറിയാണ് ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഉദാഹരണമാണ്. ഈ 5 പേരും ഇടുന്ന ചായയും ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെയും ടേസ്റ്റ് ഒന്നാണോ? ഒരിക്കലുമല്ല. അത് വേണ്ട. വീട്ടിനടുത്തുള്ള 5 ചായക്കടയിൽ ചെന്ന് ചായ കുടിച്ച് നോക്കി, 5 സ്ഥലത്തും ടേസ്റ്റ് വേറെയാണ്. ആണല്ലോ, ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇനി നമ്മൾ പറയുകയാണ്, ഇതിൽ ഈ ഒരാളിടുന്ന ചായയാണ് ഗംഭീരം, ബാക്കിയൊന്നും അത്ര പോരാ എന്ന് നമ്മൾ പറയുകയാണ്. ഇതാണ് സത്യം. ട്രൂത്തിനെ കുറിച്ച് നമ്മൾ കണക്ട് ചെയ്ത് പറയാനാണ് വരുന്നത് ഈ ഉദാഹരണം. ഇനി നമ്മൾ വിചാരിക്കുകയാണ്, എന്നാൽ പിന്നെ ചായ നമുക്ക് ഇടാം, ഇഡ്ഡലി നമുക്കുണ്ടാക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ആത്മീയത പഠിക്കുന്ന പോലെ തന്നെ ഇത് പഠിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എവിടെ ചെല്ലും? ഈ വീട്ടിൽ 5 ജോലിക്കാരുണ്ടല്ലോ, ഈ 5 പേരുടെ നിന്ന് നമുക്കിത് പഠിക്കാൻ പറ്റുമോ? അവർക്ക് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഒരു കാരണവശാലും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് സത്യം. സത്യം വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പം പിന്നെ നമുക്ക് ചായയും ഇഡ്ഡലിയും ഉണ്ടാക്കണമെങ്കിൽ പിന്നെന്താ? നമ്മൾ അവിടെ നിന്ന് ഇവർ ചെയ്യുന്നത് നോക്കി നമ്മൾ ചെയ്ത് തുടങ്ങി, നമ്മൾ ശ്രമിച്ച് അവസാനം ഒരു ടേസ്റ്റും ഇല്ലാത്ത ചായയാണ്, ഇഡ്ഡലിയാണ് നമ്മൾ ഒരു 6 മാസം പരിശ്രമിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞ 4 പേരുണ്ടല്ലോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, അതിനേക്കാളും മോശമാണെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പറയും, മറ്റേവരുണ്ടാക്കിയ ചായ ഗംഭീരമാണ്, ഇഡ്ഡലി ഗംഭീരമാണ് എന്ന് നമ്മൾ പതുക്കെ പിൻവലിയും. അപ്പോഴും ചോദ്യം എന്താ അറിയുക? ഇവരുണ്ടാക്കിയ ചായയും ഇഡ്ഡലിയാണോ ലോകത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്? അല്ല. നമ്മളിന്ന് കിണറ്റിലെ തവളയെ പോലെ നമ്മൾ ഈ 5 ചായയും 5 ഇഡ്ഡലിയും ഈ 5 പേരുണ്ടാക്കി തമ്മിൽ കമ്പയർ ചെയ്യില്ലേ? ജോലിക്കാർ തന്നെ വേണമെന്നില്ല. കൂട്ടുകുടുംബത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ അച്ഛനുണ്ടാക്കുന്ന ചായ, അമ്മ ഉണ്ടാക്കുന്ന ചായ, പെങ്ങളുണ്ടാക്കുന്ന ചായ, ഭാര്യ ഉണ്ടാക്കുന്ന ചായ, ഭർത്താവ് ഉണ്ടാക്കുന്ന ചായ, കൊച്ചുമക്കൾ ഉണ്ടാക്കുന്ന ചായ, എല്ലാത്തിനും ടേസ്റ്റ് വേറെ. ഒരേ ചായയും ഒരേ തേയിലയും ഒരേ പഞ്ചസാരയല്ലേ ഇതിനകത്തുള്ളത്. പിന്നെ ഇതെങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വന്നു? അപ്പം ഇതാണ് ഒരു ലേണിംഗ് പ്രോസസ്സ്. ഞാൻ ഈ സത്യത്തിനെ വളരെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ കോൺഷ്യസ്നെസ്, ഈ ആൾക്കാർ സംസ്കൃതം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുക, പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുക. ജിദ്ദു കൃഷ്ണമൂർത്തി, ശങ്കരാചാര്യർ,
എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് ഇവർ നമ്മളെ വിരട്ടി നോക്കുകയാണ്. അപ്പം ഇനി ഈ ആൾ ഇത് നേരത്തെ പറഞ്ഞ കണക്ക് വെൻ യുവർ ഡിസയർ ഇസ് സോ സ്ട്രോങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു. ഏതാ അബ്ദുൽ കലാമും പറഞ്ഞിട്ടുണ്ട്, ആൽക്കമിസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, ഡ്രീം ഡ്രീം യു വിൽ അച്ചീവ്. സ്വപ്നം കാണൂ, നിങ്ങളെത്തും. എങ്ങനെ ആയിരിക്കണം? ഡ്രീം ഇസ് നോട്ട് വിച്ച് യു സീ ഇൻ യുവർ സ്ലീപ്പ്, ഡ്രീം ഷുഡ് ബി ഇൻ യുവർ അവേക്കൻ സ്റ്റേജ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ മാത്രം കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണണം. ഇതാണ് അതിതീവ്രമായ മഴയെന്നൊക്കെ പറയുന്ന കണക്ക് അതിതീവ്രമായ ആഗ്രഹം. അതാണ് ഇവർ വൈരാഗ്യം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനാണ്. ആദ്യം നമുക്ക് നിസ്സാര കാര്യങ്ങൾ തുടങ്ങാവുന്നേ. ഈ ആരത്തെങ്കിലും പഞ്ചസാരയ്ക്ക് ഇപ്പം എന്താ വില, അരിക്ക് എന്താ വില എന്ന് ചോദിച്ചാൽ, വെളിച്ചെണ്ണയ്ക്ക് എന്താ വില എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതേസമയം സ്വർണത്തിന് എന്താ വില, ക്രൂഡ് ഓയിലിന് എന്താ വില, പെട്രോളിന് എന്താ വില, ഡീസലിന് എന്താ വില എന്ന് കഴിഞ്ഞാൽ അവർ പറയും. അതെന്താ? സ്ഥിരമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാളത് നോക്കി വയ്ക്കും. ആഭരണം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അയാളത് നോക്കി വയ്ക്കും. അപ്പം ഇതാണ് നമ്മൾ സത്യം. കാര്യം സത്യം എന്നുള്ള വാക്കിന് താഴോട്ടുള്ള ഒരു വാക്കും മലയാളത്തിൽ പറഞ്ഞ ഇത് ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ട്രൂത്ത്. അതിലെ അന്വേഷണം ഈ ചായ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോയതുപോലെയാണ്. കണ്ടീഷണൽ എറൈസ്. നെറ്റിലടിച്ച് നോക്കിയാൽ മതി, ആ വാക്കുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ആദ്യം നമുക്കൊരു ചായ ഉണ്ടാക്കാനും ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനും പഠിക്കാം. എന്നിട്ട് നമ്മൾ ഈ 5 പേരെ കുറ്റം പറഞ്ഞല്ലോ, 5 ചായക്കടയെ കുറ്റം പറഞ്ഞല്ലോ, അല്ലെ 5 ജോലിക്കാരെ കുറ്റം പറഞ്ഞല്ലോ, അല്ലെ വീട്ടിലെ 5 അംഗങ്ങളെ കുറ്റം പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മളൊരു ചായയും ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ട് ഈ 5 പേർക്കും ഒന്ന് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് കുടിച്ചിട്ട് പറയണം അതിഗംഭീരമായിരിക്കുമെന്ന് പറയണം. അപ്പോൾ എന്ത് പറ്റും? അവർ ഇമ്പ്രൂവ് ചെയ്യും. അയ്യോ, നമ്മളുണ്ടാക്കിയ ചായയും ഇഡ്ഡലിയും ഒരു കാശിനും കൊള്ളത്, അവർ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഇവിടെയാണ് ലീഡിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് മഹാത്മാഗാന്ധിജിയൊക്കെ ചെയ്ത് കാണിച്ചത്. 2 മാർച്ചിന് ആരെയും വിളിച്ചില്ല, നടന്നു പോയപ്പോൾ ആൾക്കാർ പുറകെ പോകും. അങ്ങനെ ആയിരിക്കണം നമ്മളതായി മാറണം. അല്ലാതെ വാക്കിലൂടെ അല്ല ഈ സാധനം വിട്ട് അടിയോ അടിക്കേണ്ടത്. അപ്പം ഇതാണ് ആക്ച്വലി സത്യം, അല്ലെങ്കിൽ ട്രൂത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പം ഇതിലെന്ത് സംഭവിച്ചു? നമ്മൾ പഠിച്ചു എന്ന് മാത്രമല്ല, നമ്മളതിൽ ഗംഭീരനായി. ഇനി നമ്മളിത് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ചായയും ഇഡ്ഡലിയും കഴിക്കുക. എന്നിട്ട് ഒരു സ്റ്റേജിൽ നമ്മൾ പറയും, നമ്മളുണ്ടാക്കുന്ന ചായയും നമ്മളുണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ടേസ്റ്റ് ലോകത്തെവിടെയില്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ പറയുന്നവരുണ്ട്, എനിക്കറിയാം, നമുക്കറിയാം, നമ്മുടെ വീടുകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയാവണം. അല്ലാതെ പുസ്തകം വായിച്ച് ചായ ഉണ്ടാക്കാനും യൂട്യൂബ് നോക്കി ചായ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഇഡ്ഡലി ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാക്ടീസ് ചെയ്യുക. യഥാർത്ഥത്തിലുള്ളത് ഇന്ന് ഒരു പുസ്തകവും വായിക്കണ്ട. ട്രൂത്ത് എന്നടിച്ചാൽ ഇംഗ്ലീഷോ മലയാളമോ ഏത് ലാംഗ്വേജിലടിച്ചാലും യൂട്യൂബിൽ നിരനിരയായിട്ടുണ്ട്. ഒരു പുസ്തകവും പേന എടുത്തു വെച്ച് എഴുതിയാൽ തിയറി പഠിച്ചു. ഇനി എന്ത് വേണം? ഇനി മാവുണ്ടാക്കാൻ പഠിക്കണം. മാവുണ്ടാക്കാൻ പഠിച്ചിട്ട് ആ മാവ് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം. തേയില, പഞ്ചസാര, പാല്. ഇനി കട്ടനാണെങ്കിൽ പാല് വേണ്ട. ഇത് വെച്ചിട്ട് എന്ത് എളുപ്പമെന്ന് ആലോചിച്ച് നോക്കി. കട്ടൻ ചായ ഉണ്ടാക്കാൻ ഇത്തിരി തേയില ഉണ്ടെങ്കിൽ മാത്രം മതി. പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് വെള്ളവും തേയിലയും മതി. ഇത് വെച്ച് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താ ആത്മീയത?
അപ്പം നിസ്സാര കാര്യങ്ങളിൽ പോലും നമുക്ക് ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ലോകം കീഴടക്കുന്നത്? അപ്പം ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വെക്കാതെ എന്തെങ്കിലും കിട്ടുമോ? കൊടുത്താൽ കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഡെഡിക്കേഷനും ഇതും വേണം. ഇല്ല, കിട്ടിയാൽ കിട്ടി. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് കിട്ടിയാൽ കിട്ടി എന്ന് പറയുന്ന കണക്ക് സത്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ വന്നാൽ ഒന്നും കിട്ടത്തില്ലെന്നും മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ളവരെയും വഴിതെറ്റിക്കും. അപ്പം ഇതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ കാരണം. ഇന്നലെ രാത്രി കണ്ടീഷണൽ അറൈസ് അത് ഒരാശ്രമത്തിൽ ചെന്നപ്പം അവിടുത്തെ ആചാര്യൻ പറഞ്ഞു കൊടുത്താണ്. ദ്വൈതത്തിലൂടെ അദ്വൈതത്തിൽ കടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വാക്ക് പറഞ്ഞതാണ്. ആ സാറിത് പുസ്തകത്തിൽ എഴുതി എന്നെ ഫോണിൽ അറിയിച്ചു. ഇതാണ് എനിക്ക് കണ്ടീഷണൽ അറൈസിനെ കുറിച്ച് പറയാനുള്ളത്. കേൾക്കുന്നവർ നെറ്റിൽ കയറി സെർച്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തവർ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് പ്രയോജനം കിട്ടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.